യേശുവിൻ്റെ വംശാവലി. ദാവീദിൻ്റെ പുത്രനും അബ്രാഹത്തിൻ്റെ പുത്രനുമായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവചരിത്ര ഗ്രന്ഥം. അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെ പിതാവായിരുന്നു. യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യൂദ താമാറിൽ നിന്നുള്ള പേരെസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു. പേരെസ് ഹെസ്രോൻ്റെ പിതാവായിരുന്നു. ഹെസ്രോൻ ആരാമിൻ്റെ പിതാവായിരുന്നു. ആരാം അമീനാദാബിൻ്റെ പിതാവായിരുന്നു. അമീനാദാബ് നഹ്ശോൻ്റെ പിതാവായിരുന്നു. നഹ്ശോൻ സൽമോൻ്റെ പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നുള്ള ബോവാസിൻ്റെ പിതാവായിരുന്നു. ബോവാസ് റൂത്തിൽ നിന്നുള്ള ഓബദിൻ്റെ പിതാവായിരുന്നു. ഓബദ് ജസ്സയുടെ പിതാവായിരുന്നു. ജസ്സെ ദാവീദ് രാജാവിൻ്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിൻ്റെ പിതാവായിരുന്നു. റഹോബോവാം അബിയായുടെ പിതാവായിരുന്നു. അബിയ ആസായുടെ പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെ പിതാവായിരുന്നു. യോസഫാത്ത് യോറാമിൻ്റെ പിതാവായിരുന്നു. യോറാം ഓസിയായുടെ പിതാവായിരുന്നു. ഓസിയ യോഥാമിൻ്റെ പിതാവായിരുന്നു. യോഥാം ആഹാസിൻ്റെ പിതാവായിരുന്നു. ആഹാസ് ഹെസക്കിയായുടെ പിതാവായിരുന്നു. ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു. മനാസെ ആമോസിൻ്റെ പിതാവായിരുന്നു. ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു. ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷമുള്ള സലാത്തിയേലിൻ്റെ പിതാവായിരുന്നു. സലാത്തിയേൽ സെറബാബേലിൻ്റെ പിതാവായിരുന്നു. സെറബാബേൽ അബിയൂദിൻ്റെ പിതാവായിരുന്നു. അബിയൂദ് ഏലിയാക്കീമിൻ്റെ പിതാവായിരുന്നു. ഏലിയാക്കീം ആസോറിൻ്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിൻ്റെ പിതാവായിരുന്നു. സാദോക്ക് അക്കീമിൻ്റെ പിതാവായിരുന്നു. അക്കീം എലിയൂദിൻ്റെ പിതാവായിരുന്നു. എലിയൂദ് എലയാസറിൻ്റെ പിതാവായിരുന്നു. എലയാസർ മത്താൻ്റെ പിതാവായിരുന്നു. മത്താൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകളും, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളുമാണ് ആകെയുള്ളത്.